നമസ്കാരം, ഞാൻ വൈശാഖ്. അന്ന് 7/4/26 ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവസാനിച്ച സമയമാണ്. തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് എന്തിനെ തിരഞ്ഞെടുക്കാൻ എന്നുള്ള രീതിയിലൊരു ചോദ്യം ഉന്നയിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ നല്ല രീതിയിൽ ഒരു ആദ്യ കാലഘട്ടത്തിൽ ഒരു 5 വർഷ കാലഘട്ടത്തിൽ വളരെ മികച്ച ഭരണവും നമ്മുടെ കഷ്ടനഷ്ടങ്ങളിൽ എല്ലാം കൂടെ നിൽക്കുകയും എല്ലാ ഗവൺമെൻറ്റും ഏത് ഗവൺമെൻറ്റായാലും കൂടെ നിൽക്കണം. അവരത് കൃത്യമായി നല്ല രീതിയിൽ നമ്മുടെ മലയാളി സമൂഹത്തോട് അത് പൂർണ്ണമായ പിന്തുണയും എല്ലാം അവരുടെ കടമകളെല്ലാം നിർവഹിച്ചുകൊണ്ട് കൂടെ നിൽക്കുകയും എല്ലാം ചെയ്തു. ഒരുപാട് കഷ്ടതകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമ്മൾക്ക് വെള്ളപ്പൊക്കങ്ങളുണ്ടായി, ബാക്കിയുള്ള പനികൾ, കാര്യങ്ങൾ, ദുരിത നഷ്ടങ്ങൾ എല്ലാം ഉണ്ടായി. ആ സമയത്തെല്ലാം ഈ ഗവൺമെൻറ് കൂടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷമുണ്ടായിരുന്നു, എല്ലാ പാർട്ടികളും. ഒരു പാർട്ടിയോട് നമുക്ക് അയിത്തമില്ലായിരുന്നു. ആ സമയത്ത് എല്ലാ പാർട്ടികളും അതിനോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്തു. എന്നാൽ പിണറായി സർക്കാർ മൂന്നാം ഘട്ടം കൂടി തിരഞ്ഞെടുക്കപ്പെട്ടാൽ വളരെയധികം അപകടങ്ങൾ കൂടി പതിയിരിക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നലുണ്ടായിട്ടുണ്ട്. എൻ്റെ അതേ അഭിപ്രായം ഉള്ള പലരും ഉണ്ടാകാം. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽ ഉള്ള ആൾക്കാർക്കുണ്ടാകാം. രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കായിരിക്കും എൻ്റെ അതേ അഭിപ്രായമുള്ളത്. രണ്ടാമത് എതിരഭിപ്രായമുള്ള ആൾക്കാർ ഈ പാർട്ടിയോട് ഒരുപാട് കൂറുള്ള ആൾക്കാരും, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ അതേ മണ്ഡലത്തിൽ ജയിച്ച നല്ല മനുഷ്യനായിരിക്കാം ഒരാൾ. അവരോടുള്ള എന്തെങ്കിലും കൂറോ അല്ലെങ്കിൽ പാർട്ടി നമുക്ക് തന്ന എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷേ ആ ഒരു പാർട്ടി നിലനിൽക്കണമെങ്കിൽ, അതായത് പാർട്ടിക്കുള്ളിൽ ഒരു അഴിച്ചുപണികൾ നടക്കണമെങ്കിൽ ഈ ഒരു തവണ പിണറായി സർക്കാർ വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ഒരു കുടുംബപരമായി പണ്ട് മുതലേ ഒരു കമ്മ്യൂണിസം കൊണ്ട് ചിലപ്പോൾ മുന്നോട്ട് വന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം നമ്മളൊക്കെ. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് പറഞ്ഞ പോലെ ഇല്ലായ്മ ചെയ്യപ്പെട്ട്, അല്ലെങ്കിൽ ഒരിക്കലും കയറി വരരുത് എന്ന രീതിയിൽ ചവിട്ടി താഴ്ത്തി നിന്ന് പോകാമായിരുന്ന ആൾക്കാരിൽ ഒരാളായിരിക്കാം ഞാൻ. അതുകൊണ്ടാണ് ഈ പാർട്ടി ഒരിക്കലും നശിച്ചു പോകരുത്, ഒരാളുടെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങരുത്, വീണ്ടും മറ്റു പാർട്ടികളെപ്പോലെ ഈ പാർട്ടിയും ഇല്ലാണ്ടാകരുത് എന്ന് കരുതുന്നതും നമ്മുടെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഇത് നമ്മൾ മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ചു പോകുന്ന എല്ലാ വ്യക്തികൾക്കും, എല്ലാ സംഘടനകൾക്കും, എന്ത് ആൾക്കാർക്കാണെങ്കിൽ പോലും നാശത്തിലേക്ക് മാത്രമേ അത് പോയിട്ടുള്ളൂ. ഇന്നും അന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. പിണറായി സർക്കാരിൻ്റെ കേസ് അതെൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി കളഞ്ഞു. ഇനി അരാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന കുറേ ആൾക്കാരുടെ ചിന്താഗതിയിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ പാർട്ടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ്, ആര് ഭരിച്ചാലും ഞാൻ ജോലിക്ക് പോകണ്ടേ എന്ന് പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു. അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹത്തിലിറങ്ങി എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അവരെ ചീത്ത പറയുകയും ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുകയും നല്ലതും ചീത്തയും ഞാൻ നല്ലതാണ് നീ നല്ലതല്ല എന്നും അപ്പുറത്തെ ചേച്ചിമാരും അപ്പച്ചിമാരൊക്കെ കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മാമാരൊക്കെ അവിടെ അടികൂടാൻ നമ്മൾ കാണാറുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പാകുമ്പോൾ അവർ പറയും ആര് ഭരിച്ചാലെന്താ, ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലെന്താ, ഞങ്ങൾ ജോലിക്ക് പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ. അതെങ്ങനെ തന്നെയാണ്, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ നമ്മുടെ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നും, ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നും പല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഇന്നെടുക്കുന്ന ഒരു ദിവസം എടുക്കുന്ന ഒരു എഫേർട്ടിന് നമ്മുടെ ആ ഒരു 5 വർഷത്തെ നല്ലതോ ചീത്തയോ ആയ ഒരു മുന്നേറ്റത്തിനോ അല്ലെങ്കിൽ വീഴ്ചയ്ക്കോ കാരണമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി, നമ്മൾ വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലേലും ഒരാൾ ജയിക്കുകയോ തോക്കുകയോ അവിടെ ചെയ്യും. അപ്പോൾ ആ ജയിക്കുന്ന വ്യക്തി എന്താണ് അവിടെ
ചെന്ന് ചെയ്തു കൂട്ടുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ സംഘടന മുഴുവനായിട്ട് ഒരു മന്ത്രിസഭയിലോട്ട് എത്തുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നത് മുൻനിർത്തിയായിരിക്കും അവരുടെ നമ്മുടെ ഒരു ഈ വരാൻ പോകുന്ന ഒരു 5 വർഷത്തെ നമ്മുടെ ജീവിതം. ആ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പാണ് ഞാൻ എന്തിനു പോയി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തിനു പോയി വോട്ടിടണം, ഞാൻ ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ സമ്മതിദാന അവകാശം കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുക, അത് വിനിയോഗിക്കുക. ഇപ്പം നമ്മൾ ചെന്നില്ല എന്നുണ്ടെങ്കിലും ഇത് ആവശ്യമുള്ള, നമ്മുടെ വോട്ട് ആവശ്യമുള്ള ആൾക്കാരുണ്ട്, അവർ നമ്മുടെ വോട്ട് കയറി ചെയ്യും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായം അവരെ രീതിയിൽ അവർ വിനിയോഗിക്കുക ചെയ്യും. അപ്പം എൻ്റെ അഭിപ്രായം പറയാൻ എനിക്ക് നട്ടലുണ്ട്, അല്ലെ എനിക്ക് അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്നവർ മുഴുവനും എല്ലാവരും പോയി അവരുടെ സമ്മതിദാനാവകാശം കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുക. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വവും നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. കാര്യം ഈ സമൂഹത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന കേസ് ഞാൻ പറയുന്നില്ല, ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഇവിടെ എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഇവിടുത്തെ മന്ത്രി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരും രാജാവെന്ന് പറയുന്നത് ഓരോ വോട്ടറുമാണ്. അപ്പോൾ രാജാവിൻ്റെ ഒരു ദിവസമുള്ളൂ നമ്മളെ രാജാക്കന്മാർ. ആ രാജാവെന്ന പദവി കൃത്യമായി നമ്മൾ ആ ദിവസം പോയി എൻജോയ് ചെയ്യുക. ആ ദിവസം പോയി നമ്മുടെ അവകാശം, നമ്മുടെ തീരുമാനം അറിയിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു തെരഞ്ഞെടുപ്പും ഒരു സമാധാനത്തിൻ്റെതായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. ആശയങ്ങൾ കൊണ്ടാണ് രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടുള്ളത്. അത് സ്കൂളിലും കോളേജിൽ പോകുന്ന വ്യക്തികൾ പോലും പരസ്പരം മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. അതിപ്പം നല്ല രീതിയിൽ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർക്ക് വായ കൊണ്ട് പറയാൻ അറിയാം. ബാക്കിയുള്ളവർക്ക് ഒരാടുത്ത് പോയി മുഖത്ത് നോക്കി പറയാൻ എന്തു പറയുന്ന കാല് വരയ്ക്കുന്ന ഒരാൾക്ക് പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ വരും. അപ്പോൾ അത് മനസ്സിലാക്കി രാഷ്ട്രീയം എന്താണെന്നും തിരഞ്ഞെടുപ്പ് എന്താണെന്നും എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പെന്നും എല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാർ എല്ലാവരും അവരുടെ വോട്ടുകളും പോയി തിരഞ്ഞെടുപ്പിൻ്റെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക, മുന്നോട്ട് വരിക, എല്ലാം ചെയ്യുക. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഇവർ നമ്മൾ അംഗീകരിക്കൂ. അതിനുശേഷം നമ്മളാണ് അവരുടെ പിറകെ പേപ്പറുകളും ബാക്കി അപേക്ഷകളുമായിട്ട് കിടക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ രാജാവും, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷയായിട്ട് പുറകെ നടക്കുന്ന ആളുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അന്നത്തെ ദിവസം പോയി കൃത്യമായി മനസ്സിലാക്കുക. ഏത് പാർട്ടിയാണെങ്കിലും അതിനകത്തുള്ള വ്യക്തികളെ കൂടി നോക്കാൻ ശ്രമിക്കുക ദയവായി. അപ്പോൾ അവരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുക. നല്ലത് മാത്രം വരട്ടെ.